അപ്പൊ ഇന്ന് SSLC പരീക്ഷ ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാത്തു നിൽക്കുന്ന 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേരുകയാണ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ, നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. നിങ്ങൾ എക്സാം എഴുതിയതിന് തക്കതായ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ. ഇപ്രാവശ്യമാണെങ്കിൽ ഗ്രേസ് മാർക്കുകളെല്ലാം തന്നെ ഗ്രേസ് മാർക്ക് കൂടുതലുണ്ട് എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു ഇരട്ടി മധുരം എന്ന നിലയ്ക്ക് ഗവൺമെന്റ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പേ ആണെങ്കിലും ഈ ഒരു SSLC റിസൾട്ടിന്റെ സമയം, അതായത് നേരം നിശ്ചയിക്കുന്ന സമയത്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്നാണ് SSLC പരീക്ഷ ഫലം 3 മണിയോടെ തന്നെ പ്രഖ്യാപിക്കും. കുട്ടികളാണെങ്കിലും വളരെ ഒരു സന്തോഷത്തിലായിരിക്കും. എന്നാൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷാ ഫലം എന്ന് പറയുന്നത് പരീക്ഷ പേടി എന്നുള്ള പോലെ തന്നെയാണ് പരീക്ഷ ഫലം വരുന്ന സമയത്ത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേടി കൊണ്ട് കേരളത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകാൻ കാരണമായിട്ടുണ്ട് ഒരുപാട് പരീക്ഷകൾ. എന്നാൽ അങ്ങനെ ഒരു സമീപനമൊന്നും ആവശ്യമില്ല. ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു തുടക്കം മാത്രമാണ് SSLC പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കണ്ട് കുട്ടികളെ പാരന്റ്സ് ആണെങ്കിലും അങ്ങനെ ഒരു രീതിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കുറെ കൂടെ നല്ലതല്ലേ. നമ്മളിപ്പോ ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോ എക്സാം എഴുതിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 2964 കേന്ദ്രങ്ങളിലായിട്ട് 4,26,697 വിദ്യാർത്ഥികളാണ് ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ, അതായത് വൈകിട്ടുള്ള 4 മണിയോട് കൂടിയുള്ള വാർത്താ സമ്മേളനത്തിലായിരിക്കും ഫലം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ മൊബൈൽ ആപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ ഭവൻ കേരള ആപ്പുകളിലൊക്കെ തന്നെ മറ്റ് സൈറ്റുകളിലും ഒക്കെ തന്നെ ഫലം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ഫലം പുറത്തോട്ട് വരിക എന്നുള്ള കാര്യമാണ്. എല്ലാവരും ക്ഷമയോട് കൂടി കാത്തിരിക്കുക. കാരണം രാവിലെ മുതൽ ഇപ്പൊ വൈകുന്നേരം വരെ എല്ലാ കുട്ടികളുടെയും നെഞ്ചെടുപ്പ് ഇങ്ങനെ ബ്ലോക്ക് ആവുന്ന ഒരു സമയമുണ്ട്. സൈറ്റില് കിട്ടാത്തൊരവസ്ഥയുണ്ട്, ബിസി ആയിരിക്കും. അപ്പോൾ കുട്ടികളുടെ എല്ലാവരും നെഞ്ചെടുപ്പ് കൂടിക്കൊണ്ടിരിക്കും. രക്ഷിതാക്കളുടെ ആണെങ്കിലും, കാരണം അത്രയും എഫേർട്ട് ഇട്ട് പരീക്ഷ എഴുതി പഠിച്ച്, എന്നാൽ ചില സന്ദർഭങ്ങൾ നമ്മൾ കാണാറുണ്ട് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം, അധ്യാപകരുടെ ഒരു അശ്രദ്ധ മൂലമോ കാര്യങ്ങൾ ആ ഒരു ഗതിയിലേക്ക് വരെ പോയിട്ടുണ്ട്. എന്നാൽ ഈ പ്രാവശ്യത്തേത് അങ്ങനെ ഒരു രീതിയിലൊന്നും പോവാതിരിക്കട്ടെ. എല്ലാവർക്കും അർഹമായിട്ടുള്ള മാർക്കുകളൊക്കെ എല്ലാവർക്കും നേടാൻ കഴിയട്ടെ. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ചിന്തകളും ഉണ്ടാകും. ഇത് മാത്രമല്ല ലൈഫിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ പോലും ഇതിൽ മാത്രം ഊന്നിക്കൊണ്ട് നമ്മളൊരു ചിന്ത വെക്കേണ്ട കാര്യമില്ല. ഇതൊരു തുടക്കമാണ്. ഇതിന് അടുത്തതാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അല്ലേ. ഒരു 4 സൈറ്റുകളാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത്. ആ ഒരു 4 സൈറ്റുകളിലായിരിക്കും പരീക്ഷ എന്താ പറയാ ഫലം ഉണ്ടാവുക. അപ്പോൾ അതേതൊക്കെയാന്ന് വെച്ചാൽ parishaBhavan.kerala.government.in ആണ് ഫസ്റ്റ് വരുന്നത്. അത് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെയാണ് ഇതെല്ലാം തന്നെ. അതുപോലെ SSLC exam.kerala.com.in എന്നുള്ള വേറൊരു വെബ്സൈറ്റും കൂടി ഉണ്ട്. അതുപോലെ റിസൾട്ട് കൈറ്റിലാണ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കൂടുതലായിട്ട് നോക്കുന്നത്. അതുപോലെ PRD Kerala Government.in എന്നീ വെബ്സൈറ്റുകളിലാണ് പരീക്ഷാ ഫലം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. വൈകുന്നേരം 3 മണി, ഒരു 4 മണിയോട് കൂടിയാണ് വാർത്താ സമ്മേളനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എത്തുക. അതിനുശേഷം പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അപ്പൊ 4 മണിയോട് കൂടി ഇനിയിപ്പോ എല്ലാ സൈറ്റുകളും എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ആയിട്ട് കിടക്കായിരിക്കും. അത്രമാത്രം 4 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളാണ് നമ്മളിപ്പോ ഇപ്രാവശ്യം എക്സാം എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. ഇതുമായിട്ട് നമ്മളിപ്പോ പരീക്ഷയോട് അടുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്നതാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് പ്രഷർ കൊടുക്കരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാറുണ്ട്. കുട്ടികളെ കുറച്ചും കൂടെ റിലാക്സ് ആക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതികളൊക്കെ തന്നെ ഇപ്പൊ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പൊ വന്ന കാര്യമാണ് പരീക്ഷകൾ. അതായത് നമ്മളിപ്പോ കൂടുതലായിട്ടും ഓണത്തിന്റെ ഒരു പരീക്ഷ ഉണ്ടാവും, ക്രിസ്മസിന്റെ ഒരു പരീക്ഷ ഉണ്ടാവും. അതെല്ലാം തന്നെ മാറ്റി വെച്ച് ഇനി പരീക്ഷകളുടെ പരീക്ഷകളുടെ എണ്ണൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സന്തോഷ വാർത്തകളുണ്ട്. അതിന് മുമ്പാണെങ്കിലും ഇപ്പൊ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇനി എന്തായാലും പരീക്ഷ എഴുതി, അതായത് പഠിച്ചെഴുതിയാൽ മാത്രമേ പാസ്സാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നേ പറഞ്ഞിരുന്നു അല്ലെ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരു SSLC റിസൾട്ട് കൂടിയാണ് ഇത് വരാൻ പോകുന്നത്. അപ്പൊ അതിന് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഇരട്ടി രക്ഷിതാക്കളും അതുപോലെ തന്നെ കാണണം. കാരണം പഠന രീതിയിലാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രഷറിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം
പറയുന്നില്ല 10ാം ക്ലാസ്സിലെ എക്സാമിന്റെ റിസൾട്ട് വരാൻ പോവാണ്, സോ നീ ഇനി തൊട്ട് ഇങ്ങനെ ആയിരിക്കണം, ആ രീതിക്കൊന്നുമില്ല. കുട്ടികൾക്ക് എന്താണോ കുട്ടികൾക്ക് ഭാവിപരമായിട്ട് ഇഷ്ടം, +1 +2 ഏത് തെരഞ്ഞെടുക്കണം, ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതികൾ തന്നെ കുട്ടികളുടെ ഒരു രീതി അനുസരിച്ചാണ് മാറ്റിയിരിക്കുന്നത്. ഇനിയുള്ള ഒരു റിലാക്സ് എന്ന രീതിയിലാണ് അവർക്ക് അതിനായിട്ട് ഒരു പീരിയഡ്സ് ഒക്കെ ഇനി മുതൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതികളിൽ വരുന്നത്. അപ്പൊ അതെല്ലാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് റിലാക്സ് ആക്കുക, എപ്പോഴും ഈ പഠനം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ പാരന്റ്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെ എല്ലാവരും ആണെങ്കിലും റിസൾട്ട് എന്നതിനുപരി കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നിലെടുത്ത് ആയിരിക്കണം അവരെ സമീപിക്കേണ്ട ഒരു രീതി. ഇത് ഇന്നാണെങ്കിലും ഇപ്പം കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയെന്നോ അങ്ങനത്തെ രീതിയിലുള്ള കമ്പാരിസൺസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളെ അങ്ങനെ സമീപിക്കും. പാരന്റ്സ് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ പ്രദേശവാസികളാണെങ്കിലും അയൽവാസികളാണെങ്കിലും പോലും ഏറ്റവും പ്രശ്നം ഈ അയൽവാസികളായിരിക്കും. കാരണം നമ്മൾ എക്സാമിൽ ജയിച്ചു കഴിഞ്ഞാലും പാരന്റ്സ് അറിയുന്നതിനേക്കാൾ മുന്നേ അറിയാനുള്ള ഒരു തിടുക്കം അവർക്കായിരിക്കും. കാരണം അവരുടെ വീട്ടിലെ കുട്ടികൾക്ക് എത്ര കിട്ടി, തൊട്ടടുത്ത കുട്ടികൾക്ക് എത്രയുണ്ട് മാർക്ക്. അപ്പൊ അത്തരത്തിലുള്ള രീതികൾ പാരന്റ്സ് തന്നെ ഒഴിവാക്കുക. പാരന്റ്സ് തന്നെ അതിലൊരു കാര്യമില്ല. കാരണം പഠിച്ച മാർക്ക് കിട്ടുക, അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക, ഇനി ചെയ്യാൻ പോകുന്നതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഈ പരീക്ഷ ജയിച്ചതിന് പിന്നാലെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മനോഭാവം കൊടുക്കുന്നതായിരിക്കും കുട്ടികളുടെ ഒരു ഭാവിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടിനും നല്ലത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സമയത്ത് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുട്ടികളുടെ മനസ്സിന്റെ ഒരു രീതിയൊന്നും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇത്തവണത്തെ SSLC പരീക്ഷ 2025 മാർച്ച് 3 മുതൽ തുടങ്ങിയിട്ട് 26 വരെ ആയിരുന്നു. അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷ എന്ന് പറയുന്നത് 2025 മാർച്ച് 6 തുടങ്ങിയിട്ട് 29 വരെയാണ് നടന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ SSLC എക്സാമിൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പറയുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഒരു റിസൾട്ട് ആണ്. ഇതേ സാഹചര്യത്തിലാണ് നമ്മുടെ CBSE ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ CBSE റിസൾട്ടുകൾ ഇനി എന്തായാലും ഒരു 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SSLC ആദ്യം നമ്മുടെ ഇപ്പൊ എനിക്ക് തോന്നി ആദ്യം എക്സാം കഴിഞ്ഞത് ഇവരുടെ ആയിരുന്നു, CBSE-യുടെ ആയിരുന്നു ആദ്യം എക്സാം കഴിഞ്ഞിരുന്നത്. പക്ഷെ റിസൾട്ടുകൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ എന്തൊക്കെയോ കൊണ്ട് വൈകുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ മോഡൽ പരീക്ഷ ഫെബ്രുവരി 17 മുതൽ 21 വരെയാണ് നടന്നത്. ഇത്തവണ 72 ക്യാമ്പുകളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടന്നിട്ടുള്ളത്. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിൽ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് വിദ്യാർത്ഥികളും ഇത്തവണ പരീക്ഷ എഴുതി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മളെ സംബന്ധിച്ച് അത് വേറെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത്തവണത്തെ പരീക്ഷയിൽ നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പരീക്ഷാ ഫലം കാത്തിരിക്കുകയാണ്. അതില് നമ്മളിപ്പോ ഈ പരീക്ഷാ ഫലത്തിൽ തന്നെ നമ്മളിപ്പോ 4 ലക്ഷത്തിൽ പരം കുട്ടികളുടെ കാര്യം പറഞ്ഞു. അതിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കണക്ക് നമ്മൾ വേറിട്ട് പറയുന്നുണ്ട്. 2,17,696 ആൺകുട്ടികളാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് 2 ലക്ഷം അതായത് ബോയ്സിന്റെ അതേ ഒരു ലെവലിൽ പെൺകുട്ടികളും ഉണ്ട് എന്നുള്ള കാര്യം. 2,09,325 പെൺകുട്ടികളും ഇപ്രാവശ്യം പരീക്ഷ എഴുതിയിട്ടുണ്ട്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് മലപ്പുറത്താണ്. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്, മലപ്പുറത്തായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാനൊരു മലപ്പുറംകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ സന്തോഷമുണ്ട്. മലപ്പുറത്തായിരിക്കും കൂടുതൽ വിജയ ശതമാനം. ഇനി ഏത് ജില്ലയിലായിരിക്കും എല്ലാ ജില്ലകളും ഉറ്റുനോക്കുന്ന കാര്യം. പ്രഖ്യാപനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജില്ലയ്ക്കാണ് ഏറ്റവും പെർസെന്റേജ് കൂടുതൽ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്കൂളിലാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പരീക്ഷ എഴുതിയ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ SSLC പരീക്ഷ, അതായത് കുറവ് പിന്നെ എഴുതിയിരിക്കുന്നത് കുട്ടനാടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ആ റിസൾട്ട് ഇതിനെ എത്രമാത്രം ബാധിക്കുമെന്ന് നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ A+ ഉള്ളത് ഇനി മലപ്പുറത്തായിരിക്കുമോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം ഉണ്ടാകുന്ന മലപ്പുറത്തായിരിക്കുമോ എന്നുള്ള കണ്ണൂരായിരിക്കുമോ പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കിനി ഒരു 3 മണി 4 മണിയോട് കൂടി തന്നെ നമുക്ക് എന്തായാലും ഫലം അറിയാൻ പറ്റും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ആവട്ടെ. ഒരു തരത്തിലും മാനസികപരമായിട്ട് ഒരു വേദനയോ ഒരു വിഷമമോ കാര്യമോ ഒന്നിന്റെ ആവശ്യമില്ല.
പുതിയ ഒരു തുടക്കമാണ്. മുമ്പാണെങ്കിലും ഇപ്പൊ 8ാം ക്ലാസ് റിസൾട്ട് വന്ന സമയത്താണെങ്കിലും തന്നെ അതൊരു നിർണായകമായ ഒരു ഇതായിരുന്നു. കാരണം ഓൾ പാസ് എന്നുള്ള ഒരു രീതിയിൽ മാറ്റം വരുത്തിയതിനു ശേഷം വന്നൊരു റിസൾട്ട് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട്. ആ ഒരു റിസൾട്ടിലാണെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് തോൽവി വന്നിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാം തന്നെ തോൽവി അറിഞ്ഞ് എല്ലാം പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ള മാനസിക അവസ്ഥകളിലൂടെ ഒരിക്കലും തളരാതെ മുമ്പോട്ട് പോവുക. ആ ഒരു സാഹചര്യത്തിലും വിദ്യാർത്ഥികള് ഓരോരുത്തരുടെ വിദ്യാർത്ഥികളുടെ മാനസിക നില എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷെ ആ സമയത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പൊ അത്തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് ഒന്നും പോവാതിരിക്കുക, വീട്ടുകാരാണെങ്കിലും അതെല്ലാം ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി സമയത്ത് നമുക്ക് പറയാം. നല്ലൊരു സമീപനത്തോടു കൂടി കുട്ടികളുടെ ഒരു രീതിയിലേക്ക് മാറ്റുക. അതിൽ യാതൊരുവിധ കുഴപ്പങ്ങളുള്ള കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് രക്ഷിതാക്കളാണ്. അപ്പോൾ ആ രീതിക്ക് മുന്നോട്ട് ഒരിക്കൽ കൂടി പരീക്ഷാ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു.